ബിഗ് ബോസ് മലയാളം സീസൺ 7 അതിന്റെ 2ാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുമ്പോൾ പുതിയ പ്രൊമോയാണ് ഇപ്പോൾ വൈറലാകുന്നത്. 18 മത്സരാർത്ഥികളുമായാണ് 7ാം സീസൺ 2ാം ആഴ്ചയിലേക്ക് കടന്നത്. വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് നൽകിയ ടാസ്ക് വഴക്കിലും കയ്യാങ്കളിയിലും അവസാനിച്ചതോടെയാണ് ഇപ്പോൾ ഷോ നിർത്തിയേക്കുകയാണ് എന്നുള്ള അറിയിപ്പ് ബിഗ് ബോസിൽ നിന്നും വരുന്നത്. റാങ്കിംഗ് ടാസ്കാണ് മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് 2ാം ആഴ്ചയുടെ ആദ്യ ദിവസം തന്നെ നൽകിയിരിക്കുന്നത് എന്നാണ് പുതിയ പ്രൊമോയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ സീസണിലെ ഇതുവരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും കിടിലൻ പ്രൊമോയാണ് പുതിയത്. എല്ലാ സീസണുകളിലും റാങ്കിംഗ് ടാസ്ക് ഉണ്ടാകാറുണ്ട്. പക്ഷേ 50 ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ മാത്രമാണ് ഈ ഒരു ടാസ്കിങ് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് നൽകാറുണ്ടായിരുന്നത്. ഇത്തവണത്തെ സീസണിലെ ടാഗ് ലൈൻ തന്നെ 7ന്റെ പണി എന്നായതുകൊണ്ടാകണം 2ാം ആഴ്ചയിൽ തന്നെ റാങ്കിംഗ് ടാസ്ക് ബിഗ് ബോസ് നൽകിയത്. റാങ്കിംഗ് ടാസ്കിലെ അടി നടക്കാറുള്ളത് 1നും 5നും ഇടയിലുള്ള സ്ഥാനങ്ങൾ സ്വന്തമാക്കാൻ മത്സരാർത്ഥികൾ ശ്രമിക്കുമ്പോഴാണ്. ഈ ടാസ്കിനായിട്ട് ഇത്തവണ മത്സരാർത്ഥികൾക്ക് പ്രത്യേക വസ്ത്രങ്ങളടക്കം ബിഗ് ബോസ് നൽകിയിട്ടുമുണ്ട്. ടാസ്ക് ആരംഭിച്ചപ്പോൾ താനാണ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് നിൽക്കാൻ അർഹനെന്ന് അനീഷ് വാദിക്കാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അനീഷ് തന്നെയാണ് പ്രൊമോയിലെ ടാസ്കിലും നിറഞ്ഞു നിൽക്കുന്നത്. കോമണർ മത്സരാർത്ഥിയായ അനീഷും മറ്റ് മത്സരാർത്ഥികളും തമ്മിലാണ് വഴക്ക്. അനീഷിന് മറ്റ് മത്സരാർത്ഥികൾ ഉപദ്രവിച്ചോ എന്നുള്ള സംശയം പ്രൊമോ കണ്ടതോടെ പ്രേക്ഷകർക്കുണ്ട്. തർക്കത്തിൽ തുടങ്ങിയ വഴക്ക് കൈവിട്ട് പോയതോടെയാണ് ബിഗ് ബോസ് ഇടപെട്ടതും 7ാം സീസൺ നിർത്തിവെക്കുകയാണെന്ന് മത്സരാർത്ഥികളുമായിട്ട് ഇനി ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ബിഗ് ബോസ് ടീമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നുമാണ് അറിയിച്ചത്. എന്നാൽ ഞാൻ 1ാം സ്ഥാനത്ത് നിൽക്കാൻ അർഹനാണെന്നും അവിടെ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും എന്റെ ചെയറിൽ തൊടാൻ പാടില്ല, ഞാനാണ് ആ ചെയർ എന്നെല്ലാമാണ് അനീഷ് പറഞ്ഞത്. ഇത് മറ്റ് മത്സരാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ആദ്യം പ്രകോപിതനായി പ്രതികരിച്ചതും അപ്പാനി ശരത്ത് തന്നെയാണ്. തൊട്ടാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച അനീഷും ശരത്തും തമ്മിൽ വാക്കേറ്റമായി. 1ാം ദിവസം മുതൽ ശത്രുക്കളാണ് അപ്പാനി ശരത്തും അനീഷും. ഇത്തവണ BB ടീം മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്ന 7ന്റെ പണിയിൽ ഒന്ന് അനീഷ് ആണെന്നുള്ള വീക്കെൻഡിലെ മോഹൻലാലിന്റെ സംസാരത്തിൽ നിന്ന് വ്യക്തമായതാണ്. അനീഷിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചാകും മറ്റ് മത്സരാർത്ഥികളുടെ ഹൗസിലെ നിലനിൽപ്പ്. എന്തായാലും അനീഷ് 1ാം സ്ഥാനത്തിനായിട്ട് വാദിച്ചതോടെ അക്ബറും പ്രതികരിച്ചു. അവൻ 1ാം സ്ഥാനത്ത് ഇരിക്കുകയാണെങ്കിൽ തനിക്ക് 2ാം സ്ഥാനം വേണ്ട എന്നാണ് അക്ബർ പറഞ്ഞത്. പുതിയ ക്യാപ്റ്റൻ എന്നോ പഴയ ക്യാപ്റ്റൻ എന്നോ ഇല്ല, എനിക്ക് 1ാം സ്ഥാനം വേണമെന്ന് അനീഷ് വീണ്ടും ആവർത്തിച്ചു. അതോടെയാണ് വാക്കുതർക്കം ഉന്തും തള്ളിലേക്കും കയ്യാങ്കളിയിലേക്കും മാറിയത്. ഇത് കണ്ടതോടുകൂടി തന്നെ ബിഗ് ബോസ് ഇടപെട്ടതും ഈ നിമിഷം മുതൽ ടാസ്കോ ആക്ടിവിറ്റിയോ ഒന്നും ഈ വീട്ടിൽ ഉണ്ടാവുകയില്ല എന്നുള്ള ആ ഒരു അനൗൺസ്മെന്റ് വന്നതും. അതുമാത്രവുമല്ല, ഒരു തരത്തിലുള്ള ആശയവിനിമയം തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല എന്നും സീസൺ 7 താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് അറിയിച്ചത്. BB മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു പ്രഖ്യാപനം വരുന്നത്.